നമസ്കാരം. ദൈവത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്ന് വാർത്തകളിൽ എന്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ കൊലപാതകങ്ങളുടെ റിപ്പോർട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റുമാനൂരിൽ നടന്ന ഒരു 26-കാരിയുടെ കൊലപാതകത്തെക്കുറിച്ചാണ്. അതായത് ഈ കൊടും ക്രൂരത ചെയ്ത മാനിൻ്റെ പേര് വൈശാഖ് എന്നാണ്. അപ്പം നമുക്ക് വൈശാഖിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ സംഭവം നടക്കുന്നത് ഏലത്തൂരാണ്. വൈശാഖ് മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഇയാൾക്ക് സ്വന്തം കുടുംബത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണ് ഇയാൾ മൃഗീയമായിട്ട് കൊലപ്പെടുത്തി. പകല് അയാളുടെ കമ്പനിയിലുള്ള ബിൽഡിങ്ങിൽ വിളിച്ചു വരുത്തി കൊന്നു. ഓക്കെ, ഇത് എങ്ങനെയാണ് പോലീസ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇയാൾ കൊല ചെയ്തിട്ട് ആത്മഹത്യ എന്നാണെന്ന പേരിലാണ് ഈ കുട്ടിയെ ഹോസ്പിറ്റലിലാക്കിയത്. അപ്പോൾ ഈ പോലീസിന് ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തു എന്ന് അറിയപ്പെടുന്ന ആ ബിൽഡിങ്ങിൽ പെൺകുട്ടിയുടെ ബാഗ് കിട്ടി. ആ ബാഗിൻ്റെ ഉള്ളിൽ ഈ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പ് ഉണ്ടായിരുന്നു. അതിൽ 16-ാം വയസ്സ് മുതൽ ഈ പെൺകുട്ടി ഇയാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ 16 വയസ്സ് തൊട്ട് ഇയാൾ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു, പീഡിപ്പിക്കുമായിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടി ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാൾക്കെതിരെ പിടിമുറുകിയത്. ഇയാൾ എങ്ങനെയാണ് ഈ പെൺകുട്ടി വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പെൺകുട്ടിക്ക് പിന്നീട് മനസ്സിലായി ഇയാൾക്ക് പല പെൺകുട്ടികളുമായിട്ട്, പല സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് വഴിവെട്ട ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള റിലേഷനും ആ കാര്യങ്ങളും ഈ വ്യക്തിയോട്, വൈശാഖിൻ്റെ വൈഫിനോട് പറയുമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു. അന്ന് തൊട്ട് ഇവൻ ഈ പെൺകുട്ടിയെ കൊല്ലാനുള്ള പ്ലാനിങ് കാര്യങ്ങളും ഒക്കെ നടത്തി. അങ്ങനെ ഒരു ദിവസം ഇവൻ ഈ പെൺകുട്ടിയെ വിളിച്ചു പറഞ്ഞു, അതായത് നമ്മുടെ റിലേഷൻ പുറത്ത് പറയാൻ പറ്റില്ല, സമൂഹം അംഗീകരിക്കില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ ഇവളെ വിളിച്ച് വരുത്തി പാതി മയക്കത്തിലായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും എന്താ പറയുക, സൂയിസൈഡ് ഇടാന്നുള്ള രീതിയിൽ 2 മുഴം കയറ് വെച്ചു. എന്നിട്ട് കഴുത്തിൽ കുരുക്കി കഴിഞ്ഞ് ഇവള് മുക്കാലും ഒന്ന് മയങ്ങി എന്ന് കണ്ടപ്പോൾ ഇവൻ പയ്യെ അപ്പുറത്തുള്ള സ്റ്റൂളിൽ പിടിച്ച് അവൻ ഇറങ്ങി. എന്നിട്ട് അവളുടെ സ്റ്റൂൾ മാറ്റി. അങ്ങനെ ഇവളെ കൊന്നു. ഓക്കെ, ഇവൾ ആ മരണവെപ്രാളത്തിൽ പെടയുന്ന സമയത്ത് പോലും ഇവൻ അവളെ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഒരു മനുഷ്യന് ഇത്രയും പൈശാചികമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും പട്ടാപകൽ. അവിടെ ഒരു മനുഷ്യന്മാർ പോലും അറിയില്ല. ആ പെൺകുട്ടി ചിലപ്പം നിലവിളിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ആയിരുന്നില്ല. കാരണം ഈ ഓർക്ക ഗുളികയൊക്കെ കഴിച്ചു കഴിയുമ്പം ആ കുട്ടിക്ക് പ്രതിരോധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതായത് ഈ വൈശാഖ് എന്ന് പറയുന്ന ഈ നീചൻ ഇവൻ്റെ വൈഫ് അറിയാതിരിക്കാനും ഇവൻ്റെ ഫ്യൂച്ചർ ഭാവി സേഫ് ആക്കാനും ഇവൻ്റെ നീച പ്രവൃത്തികൾ കണ്ടിന്യൂ ചെയ്യാനുമായിട്ടാണ് ഈ പെൺകുട്ടിയെ ഇല്ലാതാക്കിയത്. നിയമം കയ്യിലെടുക്കുന്നതിന് മുൻപേ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപക്ഷെ ഇവൻ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ കൊല്ലുമായിരുന്നു. അവൻ സ്വന്തം ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എവിടെ പോയി അവൻ്റെ ഫ്യൂച്ചർ? അങ്ങനെ ഇവരും ഒരു വൈറലായിരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോ കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. സൈൻ ഔട്ട് ചെയ്യുന്നു.